2011 സെൻസസ് പ്രകാരം 96% സാക്ഷരതാ നിരക്കോടെ ഇന്ത്യയിൽ സാക്ഷരതയുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതായത് കേരളത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി കണക്കാക്കപ്പെടുന്നു എന്നർത്ഥം. എന്നാൽ അക്കാദമിക് മികവിനായുള്ള അതികഠിനമായ പരിശ്രമം കുട്ടികൾക്ക് മുമ്പിൽ ഇരുതല മൂർച്ചയുള്ള വാളായി മാറിയിരിക്കുന്നു എന്നതാണ് ഇതിന്റെ മറുവശം. കുട്ടി മിടുക്കിയാണ്, അവൾക്ക് മത്സര പരീക്ഷയിൽ 1ാം റാങ്ക് ഉണ്ടെന്ന് കൊലപാതക കുറ്റത്തിൽ പ്രതിയാക്കപ്പെട്ട പെൺകുട്ടിയെക്കുറിച്ച് പോലീസ് മേധാവി വിശേഷിപ്പിക്കുന്ന സാഹചര്യം വ്യക്തമാക്കുന്നത് ഇതിന്റെ ഭീകരതയാണ്. 1ാം സ്ഥാനമാണ് ഏറ്റവും വലുതെന്ന തെറ്റായ ബോധ്യം അത്രയധികം ആഴത്തിലാണ് പലരിലും പതിഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ കുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്ന അളവില്ലാത്ത സമ്മർദ്ദങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും ഗതികേടിലേക്ക് ഒരെത്തിനോട്ടം ആവശ്യമാണ്. സംസ്ഥാനത്തുടനീളം കൂടുപോലെ മുളച്ചുവരുന്ന കോച്ചിംഗ് സ്ഥാപനങ്ങളും സ്വകാര്യ ട്യൂഷനുകളും പരീക്ഷാ കേന്ദ്രീകൃതമായ വിദ്യാഭ്യാസത്തിന്റെ നേർക്കാഴ്ചകളാണ്. നാഷണൽ സാമ്പിൾ സർവേ ഓഫീസിന്റെ 2022 റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏകദേശം 60% കുടുംബങ്ങളും സ്കൂളിലെ പഠനത്തിന് പുറമെ കുട്ടികൾക്ക് സ്വകാര്യ ട്യൂഷൻ നൽകുകയും അവരുടെ വരുമാനത്തിന്റെ ഗണ്യമായ ഭാഗം വിദ്യാഭ്യാസത്തിനായി ചെലവഴിക്കുകയും ചെയ്യുന്നു. മത്സര പരീക്ഷകളിൽ ഒന്നാമതെത്താനുള്ള കടുത്ത സമ്മർദ്ദം കുട്ടികളുടെ മാനസികാരോഗ്യത്തെ സാരമായി ബാധിക്കുന്നു. ഇന്ത്യൻ ജേണൽ ഓഫ് സൈക്യാട്രിയിൽ പ്രസിദ്ധീകരിച്ച പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കടുത്ത അക്കാദമിക സമ്മർദ്ദം മൂലം ഏകദേശം 20% കൗമാരക്കാരും മനഃശാസ്ത്രപരമായ സഹായം തേടേണ്ട അവസ്ഥയിലാണ് എന്നാണ്. മാതാപിതാക്കളുടെ പ്രതീക്ഷകൾ പലപ്പോഴും കുട്ടികളുടെ ഈ സമ്മർദ്ദത്തെ 10 മടങ്ങ് വർദ്ധിപ്പിക്കും. ഇത് കുട്ടികളിൽ ഉത്കണ്ഠ, വിഷാദം, ആത്മഹത്യാ ചിന്ത എന്നിവയ്ക്ക് കാരണമാകുന്നു. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് 2021 13,000-ലധികം വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഈ മരണകാരണങ്ങൾക്ക് അക്കാദമിക് സമ്മർദ്ദം ഒരു പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോഴാണ് എത്ര വലിയ സമ്മർദ്ദത്തിലൂടെയാണ് നമ്മുടെ കുട്ടികൾ കടന്നു പോകുന്നതെന്ന് തിരിച്ചറിയുന്നത്. മത്സര പരീക്ഷകളിലെ ഉയർന്ന വിജയം മാത്രമാണ് കുട്ടികളുടെ ജീവിത വിജയത്തിലേക്കുള്ള ഏക വഴിയെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ചില രക്ഷിതാക്കളുണ്ട്. ഈ തെറ്റിദ്ധാരണ തന്നെയാണ് അതികഠിനമായ സമ്മർദ്ദത്തിലേക്ക് തങ്ങളുടെ കുട്ടികളെ തള്ളിയിടാൻ അവരെ നിർബന്ധിക്കുന്നതും. മത്സര പരീക്ഷകളിലെ വിജയം ഒരു ഘടകം മാത്രമാണെന്നും കുട്ടികളിലെ സമഗ്ര വളർച്ചയാണ് ഇവരുടെ ജീവിത വിജയത്തിന്റെ ആധാരമെന്നും തിരിച്ചറിയുന്ന മാതാപിതാക്കൾക്ക് അതികഠിനമായ സമ്മർദ്ദം ഒഴിവാക്കാൻ സാധിക്കും. തോറ്റുപോയ കുട്ടിയോട് സാരമില്ല, അടുത്ത വട്ടം അല്പം കൂടി നന്നായി പരിശ്രമിക്കാം എന്ന് പറയാൻ സാധിക്കുന്ന രക്ഷിതാക്കൾ സമ്മർദ്ദത്തിന്റെ പിടിയിൽ നിന്നും അവരെ മോചിപ്പിക്കും. വിദ്യാഭ്യാസേതര പ്രവർത്തനങ്ങൾ തങ്ങളുടെ കുട്ടിയുടെ ഭാവി അപകടത്തിലാക്കുമെന്ന് ഭയന്ന് അത്തരം കാര്യങ്ങളിൽ നിന്നും കുട്ടികളെ തടയുന്ന മാതാപിതാക്കളുണ്ട്. എന്നാൽ കുട്ടികളുടെ സർഗാത്മകതയും മാനസിക വളർച്ചയും പരിപോഷിപ്പിക്കുന്നതിൽ പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് നിർണായക പങ്ക് വഹിക്കാൻ സാധിക്കും. കുട്ടികളുടെ ജീവിത വിജയം അക്കാദമിക് നേട്ടങ്ങളിൽ ഒതുങ്ങേണ്ടതില്ല. വിദ്യാഭ്യാസ വിചക്ഷണനായ സർ കെൻ റോബിൻസൺ തന്റെ പ്രശസ്തമായ ടെഡ് ടോക്കിൽ പറയുന്നത് പോലെ കുട്ടികളുടെ വ്യക്തിഗത കഴിവുകളെയും അഭിനിവേശങ്ങളെയും പരിപോഷിപ്പിക്കുന്നതിലാണ് വിജയമെന്ന് തിരിച്ചറിയണം. വൈകാരിക ബുദ്ധി, സർഗാത്മകത, സാമൂഹിക കഴിവുകൾ എന്നിവ ഉൾപ്പെടുന്ന വിജയത്തിന്റെ വിശാലമായ നിർവചനം അംഗീകരിക്കാൻ മാതാപിതാക്കൾ തയ്യാറാവണം. പാഠ്യേതര പ്രവർത്തനങ്ങൾ സമ്മർദ്ദം പുറന്തള്ളുന്നതിന് ഒരു മാർഗവും സമഗ്രമായ വികസനത്തിനുള്ള ഒരു വേദിയും നൽകുന്നു. 2018 ജേണൽ ഓഫ് യൂത്ത് ഡെവലപ്മെന്റ് നടത്തിയ പഠനത്തിൽ കല, കായികം അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനങ്ങളിലുള്ള പങ്കാളിത്തം എന്നിവ കുട്ടികളുടെ പ്രശ്നപരിഹാര കഴിവുകളും വൈകാരിക ക്ഷേമവും വർദ്ധിപ്പിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നു. നിങ്ങളുടെ കുട്ടി ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്ന ഒരു അക്കാദമിക് ഇതര പ്രവർത്തനമെങ്കിലും പിന്തുടരാൻ അവരെ സഹായിക്കുന്നത് വലിയ കാര്യമാണ്. ഇത് പെയിന്റിങ്ങും സംഗീതവും മുതൽ സ്പോർട്സ് അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തനം വരെയാകാം. ലോകത്തിന്റെ പല ഭാഗത്തും പ്രചാരത്തിലിരിക്കുന്ന മോണ്ടിസോറി അല്ലെങ്കിൽ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് പോലുള്ള ബദൽ വിദ്യാഭ്യാസ സമീപനങ്ങൾ രക്ഷിതാക്കൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഇത്തരം പഠന രീതികൾ കുട്ടികളുടെ സമഗ്രമായ വികസനത്തിന് മുൻഗണന നൽകുന്നു. ആന്ധ്രാപ്രദേശിലെ ഋഷി വാലി, പശ്ചിമ ബംഗാളിലെ ശാന്തിനികേതൻ തുടങ്ങിയ സ്കൂളുകൾ സർഗാത്മകതയ്ക്കും വിമർശനാത്മകത ചിന്തയ്ക്കും ഊന്നൽ നൽകി ഇത്തരം മാതൃകകൾ വിജയകരമായി നടപ്പാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ കുട്ടിയുടെ താൽപ്പര്യങ്ങൾക്കും പഠനശൈലിക്കും അനുയോജ്യമായ സ്കൂളുകളോ പ്രോഗ്രാമുകളോ അന്വേഷിക്കുന്നതും അത്തരം സംവിധാനങ്ങളിലൂടെ വളരാൻ അവരെ സഹായിക്കുന്നതും ഗുണം ചെയ്യും. പരമ്പരാഗത രീതിയിൽ പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ പോലും പ്രോജക്റ്റ് അധിഷ്ഠിത പഠനവും ക്രിയാത്മകമായ രീതിശാസ്ത്രവും സമന്വയിപ്പിക്കുന്ന സ്കൂളുകൾ കണ്ടെത്താനും അത്തരം കാര്യങ്ങൾ PTA മീറ്റിംഗുകളിൽ നിർദ്ദേശിക്കാനുമെല്ലാം രക്ഷിതാക്കൾക്കാവും. നിങ്ങളുടെ കുട്ടിയുമായുള്ള സംഭാഷണങ്ങൾ വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതാകണം. നിനക്ക് പരീക്ഷയിൽ എത്ര മാർക്ക് കിട്ടി എന്നതിന് പകരം ഇന്ന് പഠിച്ചതിൽ ഏറ്റവും രസകരമായി തോന്നിയത് എന്താണെന്ന് ചോദിക്കാം. കുട്ടികളുടെ ഗ്രേഡുകളേക്കാൾ അവരുടെ പഠനാനുഭവങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മാതാപിതാക്കൾക്കാവണം. പരപ്പിലുള്ള പഠനത്തേക്കാൾ അടിസ്ഥാന ആശയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് അനുയോജ്യമായ പാഠ്യപദ്ധതി തയ്യാറാക്കണമെന്ന ദേശീയ വിദ്യാഭ്യാസ നയം നൽകുന്ന നിർദ്ദേശം ഇതുമായി കൂട്ടിവായിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ വരുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഔട്ട് ഫ്രം ദ ഗ്രോയിങ് പാരൻസ്. താങ്ക് യു.